Dear students, today we are discussing our second video or second class of trigonometry. നമ്മൾ trigonometry രണ്ടാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ trigonometry എന്താണെന്നും അതിൻ്റെ റേഷ്യോസ് 6 റേഷ്യോസ് പഠിച്ചു, റെസിപ്രോക്കൽ റിലേഷൻ പഠിച്ചു, പിന്നെ tan ഈക്വൽ ടു സൈൻ ബൈ കോസ് എന്നും കോട്ട് ഈക്വൽ ടു കോസ് ബൈ സൈൻ എന്നും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റത്തെ അക്യൂട്ട് ആംഗിളിൻ്റെ റിലേഷൻഷിപ്പാണ്, അല്ല അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ ഒരു സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു റേഷ്യോ, ഒരു ടിഗ്നോട്ട് റേഷ്യോ, ഇതിൻ്റെ സ്ക്വയർ എന്താണ്? ഇതിൻ്റെ സ്ക്വയറിനെ നമ്മൾ എഴുതാറുള്ളത് ഇങ്ങനെയാണ്, സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. എന്താണ് അതിൻ്റെ മീനിങ്? ഇറ്റ്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന റേഷ്യോനെ വീണ്ടും സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, എന്നാൽ ഇങ്ങനെ എഴുതാറില്ല, സ്വാഭാവികമായിട്ട് ഇത് ഇങ്ങനെയാണ് എഴുതാറുള്ളത്, സൈൻ സ്ക്വയർ തീറ്റ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, സൈൻ തീറ്റ ഹോൾ സ്ക്വയർ ഇത് പല കുട്ടികൾക്കും അറിയാത്ത സംഗതിയാണ്, വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ അറിയില്ല. അപ്പോൾ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമ്മൾ കോസ് തീറ്റ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാലോ, കോസ് തീറ്റ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന് സിമിലർ ആണ് എന്ത്? കോസ് ക്യൂബ് തീറ്റ. നോർമലി ഇങ്ങനെ എഴുതാറില്ല, ഇങ്ങനെ എഴുതാറില്ല. അപ്പോൾ എപ്പോഴും പവർ എഴുതുക ഈ 3 ലെറ്റർ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ മുകളിലാണ് കോസ് ക്യൂബ് തീറ്റ. ഇപ്പോൾ ടാൻ തീറ്റ ഹോൾ റേസ് ടു 5 എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻ റേസ് ടു 5 തീറ്റ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ മനസ്സിലാക്കുക ടിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ്, ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ്? 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഈ ആംഗിൾസ് ഒക്കെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആണ്. കുറേ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ഡിഗ്രി ഉണ്ട്. എന്താണ് ഡിഗ്രി നിങ്ങൾക്കറിയാലോ? ആംഗിൾ മെഷർ ചെയ്യുന്ന പിന്നെ മെഷറാണ് ഡിഗ്രി മെഷർ. 1 ഡിഗ്രി എന്ന് പറഞ്ഞതാണ് ഒരു സർക്കിളിനെ 360 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയാൽ അതിലൊരു പാർട്ടിനെ നമ്മൾ 1 ഡിഗ്രി എന്ന് പറയാം. ഒരു സർക്കിളിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 360 പീസ്. ഇനി നമുക്ക് അറിയുന്ന ഭാഷയിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബാങ്കിൾ, ഒരു വള, ഒരു കുപ്പിവള തേച്ചോളൂ. ആ കുപ്പിവള നമ്മൾ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചിട്ട് 360 പാർട്ട് ഈക്വൽ പാർട്ടായിട്ട് പൊട്ടിച്ചാൽ അതിലെ ഒരു പാർട്ട് പീസിനെ നമ്മൾ എന്താ പറയുക? 1 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ ഇത് പല കുട്ടികൾക്കും ഭയങ്കര തലവേദനയാണ്, പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. എന്താണ് സാർ ഇതിൻ്റെ ആൻസർ? ഇത് കാണാതെ പഠിക്കണോ? ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ മുമ്പ് നിങ്ങൾക്ക് ഇത് വിട്ടതുണ്ടാവും, ANV ക്ലാസ്സസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ വളരെ വിശദമായിട്ട് അന്ന് ഈസി ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു, അതായത് ഇതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. അത് ആ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാൻ പോണേ. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ വാല്യൂ ഇവിടെ എഴുതാം. സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഈ ഓർഡർ തന്നെ പോകണം കേട്ടോ. ഈ ഓർഡറിൽ തന്നെ പോകണമെന്ന് പറയാൻ കാരണം സൈനും കോസും ടാനും കഴിഞ്ഞാൽ പിന്നീട് സൈൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാൻ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഇതാണ് നമ്മൾ ടി റേഷ്യോസ്, ടിഗ്നോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു 0, ക്വാർട്ടർ, ഹാഫ്, 3/4, 1. ഈ ഇതൊരു സീക്വൻസ് ആണ്. 0 അത് കഴിഞ്ഞാൽ പിന്നെ ക്വാർട്ടർ കഴിഞ്ഞാൽ പിന്നെ ഹാഫ് കഴിഞ്ഞാൽ പിന്നെ 3/4, പിന്നെ 1. ഇതിൻ്റെ നേരെ റൂട്ട് എടുത്താൽ സൈനായി. ഇതിൻ്റെ നേരെ റൂട്ട് എന്താ? റൂട്ട് 0. ഇതിനെ റൂട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും റൂട്ട് വരുമ്പോൾ 1/2. അടുത്തതിൻ്റെ റൂട്ട് വരുമ്പോൾ 1/√2. അടുത്തതിൻ്റെ റൂട്ട് വരുമ്പോൾ √3/4 റൂട്ട് 2, പിന്നെ 1 ഉണ്ടല്ലേ? ഇപ്പോൾ സൈനായി. ഒരു പ്രയാസമില്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാം. റൂട്ട് 0, ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെ റൂട്ട്, ഇതിൻ്റെയും റൂട്ടാണ് സൈൻ. ഇനി കോസ് എങ്ങനെ വരും? നിങ്ങൾ നേരെ തിരിച്ച് എഴുതാം, നേരെ റിവേഴ്സ് എഴുതാം. 1√3/2, 1/√2, 1/2, 0. ഇനി 0/1 ഇതിനെ നേരെ ഡിവൈഡ് ചെയ്ത ടാനായി 0/1, 0. ഇതിനൊന്നും ഡിവൈഡ് ചെയ്യുമ്പം ഡിനോമിനേറ്റർ കട്ടായാൽ 1/√3. ഇതിനൊന്നും ഡിവൈഡ് ചെയ്താൽ 1, ഡിനോമിനേറ്റർ കട്ടായ √3. 1/0, 1/0. 1/0 എന്നതാ? നോട്ട് ഡിഫൈൻഡ് എന്നാണ്. നോട്ട് ഡിഫൈൻഡ്. ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നോട്ട് ഡിഫൈൻ ചെയ്തത്.
ഇനി നോക്കുങ്ങൾ, ഇനി സൈൻ്റെ നേരെ റെസിപ്രോക്കൽ ചെയ്താൽ കൊസീക്കായി ഇത് 0 ആണ്. അപ്പോൾ ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ 1/0. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയി വരും, നോട്ട് ഡിഫൈൻഡ്. പിന്നെ ഇതിൻ്റെ റെസിപ്രോക്കൽ 2, ഇതിൻ്റെ റെസിപ്രോക്കൽ √2, ഇതിൻ്റെ റെസിപ്രോക്കൽ 2/√3, ഇതിൻ്റെ റെസിപ്രോക്കൽ 1. ഇനി കോസ്, ഇതിൻ്റെ റെസിപ്രോക്കൽ 1, ഇതിൻ്റെ റെസിപ്രോക്കൽ 2/√3, ഇതിൻ്റെ റെസിപ്രോക്കൽ √2, ഇതിൻ്റെ റെസിപ്രോക്കൽ 2, ഇതിൻ്റെ റെസിപ്രോക്കൽ 1/0. നോട്ട് ഡിഫൈൻഡ്, നോട്ട് ഡിഫൈൻഡ്. 1/0 എന്ന് എഴുതണ്ട, നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിയാലും മതി. ഇനി ടാൻഡത് 1/0 നോട്ട് ഡിഫൈൻഡ്. പിന്നെ ഇതിൻ്റെത് √3, ഇതിൻ്റെത് 1, ഇതിൻ്റെത് 1/√3, ഇതിൻ്റെത് 0/1 = 0. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 0/1 എന്നല്ല. ഇതാണ് 6 റേഷ്യോസിൻ്റെ ടിഗ്നോമെട്രി. 6 റേഷ്യോസുമായി ബന്ധപ്പെട്ടുള്ള പഠിക്കുക. ഇത് വളരെ എളുപ്പമാണ് ഓർമ്മിച്ച് വെക്കാൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒറ്റ സൈഡ് മാത്രം പഠിച്ചാൽ മതി. 0, 1/4, 1/2, 3/4, 1. ഇതിൻ്റെ നേരെ റൂട്ടെടുത്താൽ സൈനായി, തിരിച്ചെഴുതിയാൽ കോസായി, ഡിവൈഡ് ചെയ്താൽ ടാനായി. പിന്നെ ഓരോന്നിൻ്റെയും റെസിപ്രോക്കൽ എഴുതിയാൽ മറ്റ് റേഷ്യോസ് ആയി. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള വാല്യൂസ്. ഇത് ശരിക്ക് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാണ്ട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നോക്കൂ, ഇനി അടുത്ത എന്താണ്? കോംപ്ലിമെൻ്ററി റിലേഷൻ. കോംപ്ലിമെൻ്ററി റിലേഷൻ എന്നാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക. കോംപ്ലിമെൻ്ററി റിലേഷൻ, കോംപ്ലിമെൻ്ററി റിലേഷൻ. എന്താണ് കോംപ്ലിമെൻ്ററി റിലേഷൻസ് എന്നാൽ? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്താണെന്ന് നോക്കാം. 2 ആംഗിളുടെ സമ്മ് 90 ആയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയുക. നിങ്ങൾ പഠിച്ചിട്ടല്ലോ, അത് 180 ആയാൽ നമ്മൾ സപ്ലിമെൻ്ററി എന്ന് പറയും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. ഈ ട്രയാങ്കിൾ എ ബി സി ആണ്. ആംഗിൾ 90. ഇതിൻ്റെ ആംഗിൾ തീറ്റ എന്ന് ചോദിച്ചോളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെന്തായിരിക്കും? 90 - തീറ്റ ആയിരിക്കും. കാരണം ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി പ്രകാരം ഇതും കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം. ഓക്കെ, ഞാൻ ഇതിനെ ഞാൻ സി എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ബി എന്ന് കൊടുത്തു, ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു. ഞാൻ റിലേഷൻ ഏതാണ്? വാട്ട് ഈസ് സൈൻ തീറ്റ? ഞാൻ 6 റേഷ്യോസ് ചെയ്താട്ടോ. സൈൻ തീറ്റ = C/B. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്. കാണാൻ പഠിക്കണം നിങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് മറക്കരുത്. കോസ് തീറ്റ = A/B. ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് C/A. മുകളിലത്തെ സി എന്നൊരു താഴെ. കൊസീക് തീറ്റ = B/C. സീക് തീറ്റ = B/A. ഇതിനൊക്കെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. B/C പിന്നെ B/A. കോട്ട് തീറ്റ = A/C. 6 റേഷ്യോസ്. ഇനി ഞാൻ ഈ ആംഗിൾ ഉപയോഗിച്ച് റേഷ്യോ തിരിച്ചോളൂ. സൈൻ 90 - തീറ്റ = ഇവിടെ എന്താ വരിക? ഓപ്പോസിറ്റ് ബൈ A/B. കോസ് 90 - തീറ്റ. അപ്പോൾ 90 - തീറ്റയുടെ അഡ്ജസൻറ്റ് സി ആണ്. അപ്പോൾ C/B. ടാൻ 90 - തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് A/C. ഇനി കൊസീക്ക് 90 - തീറ്റ സൈൻ്റെ റെസിപ്രോക്കൽ B/A. സീക്ക് 90 - തീറ്റ ഇതിൻ്റെ റെസിപ്രോക്കൽ B/C. കോട്ട് 90 - തീറ്റ അപ്പോൾ ഏതിൻ്റെ റെസിപ്രോക്കൽ വരിക? C/A. ഈ 2 കോളങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കി. ഇതാ ഈ A/Bക്ക് 2 ഈക്വലായി വരുന്ന ഏതാ? ഇതാണ്. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാം. ഈ റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത്. സൈൻ 90 - തീറ്റ = കോസ് തീറ്റ. സൈൻ 90 - തീറ്റ = കോസ് തീറ്റ. രണ്ടാമത്തെ റിസൾട്ട് നോക്കുങ്ങൾ. ഇതാ കോസ് 90 - തീറ്റയും ഇതും ഈക്വലാണ്. അപ്പം കോസ് 90 - തീറ്റ = സൈൻ തീറ്റ. മൂന്നാമത്തെ റിസൾട്ട് നോക്കൂ. ടാൻ 90 - തീറ്റയും ടാൻ തീറ്റയും കോട്ട് 90 - തീറ്റ ഈക്വൽ നോക്കൂ. ഇതാ ഈ റിസൾട്ട് 2 ഈക്വലാണ്. അപ്പം നമുക്ക് കോട്ട് 90 - തീറ്റ = ടാൻ തീറ്റ. പിന്നെ ടാൻ
90 മൈനസ് തീറ്റ ഈക്വൽ ടു കോട്ട് തീറ്റ. മറ്റു രണ്ട് റിസൾട്ട് കൂടി നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് 90 മൈനസ് തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ, കൊസീക് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ. അപ്പോൾ സീക്ക് 90 മൈനസ് തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ, കൊസീക്ക് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ. ഇങ്ങനെ 6 റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ബിൽഡ് ചെയ്യാൻ കഴിയും. ഈ 6 റിലേഷനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ആംഗിൾ റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് ഓർമ്മയിൽ വേണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോംപ്ലിമെൻ്ററി റിലേഷൻസ്. ഇതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിലേക്ക് നമുക്കിപ്പോൾ കടക്കാം. ശ്രദ്ധിക്കുക. യെസ്, നോക്കൂ, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെരിഫൈ ദ ഫോളോയിങ്. വെരിഫൈ ദ ഫോളോയിങ്. ഇത് വെരിഫൈ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, cos 60 degree equal to 1 minus 2 sin square 30 which is equal to 2 cos square 30 minus 1. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ചോദ്യം. അപ്പോൾ ഈ വെരിഫൈ ചെയ്യാനുള്ള ചോദ്യം എന്ന് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കോസ് 60യുടെ വാല്യൂ നേരത്തെ ചാർട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, ചാർട്ട് നോക്കിയിട്ട് എഴുതിയാൽ മതി. കോസ് 60 എത്രയാണ്? 1/2. അപ്പോൾ നമുക്ക് കോസ് 60യുടെ വാല്യൂ 1/2. ഇനി അടുത്തത് 1 മൈനസ് 2 സൈൻ സ്ക്വയർ 30 എന്നാണ്. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ 1/2 ഹോൾ സ്ക്വയർ തരും. അപ്പോൾ നമുക്കിത് 1 മൈനസ് 2 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഈ 2ഉം 1/4 കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിക. അപ്പോൾ 1 മൈനസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 1/2 നോക്കി. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റാണ്. ഇനി ഇതിൽ തന്നെ 2 കോസ് സ്ക്വയർ 30, 2 കോസ് സ്ക്വയർ 30 മൈനസ് 1, 2 ഇൻറ്റു കോസ് 30 എന്താണ്? കോസ് 30 √3/2 ആണ്. അപ്പോൾ √3/2 ഹോൾ സ്ക്വയർ മൈനസ് 1 കിട്ടും. 2 ഇൻറ്റു 3/4, √3 സ്ക്വയർ 3 ആണ്, /4 മൈനസ് 1. ഇത് രണ്ടുകൊണ്ട് 3/2 മൈനസ് 1 എന്നാണ് അത്രേ 3 മൈനസ് 2/2 which is equal to 1/2. അപ്പോൾ ഈ വാല്യൂ 3 നമുക്ക് എന്തായി? കറക്റ്റായി. ഇത് നിങ്ങളാണ്, ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം പരീക്ഷയ്ക്ക് എക്സാമിനേഷൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. നോക്കൂ, ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ഈക്വൽ ടു 30 ഡിഗ്രി. എ ഈക്വൽ ടു 30 ഡിഗ്രി തന്നിട്ടുണ്ട്. വെരിഫൈ സൈൻ 2a ഈക്വൽ ടു 2 സൈൻ എ ഇൻറ്റു കോസ് എ. ഇത് വെരിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ എക്ക് നമുക്ക് 30 ഡിഗ്രി തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ LHS എന്താ ഇവിടുത്തെ? LHS ഈക്വൽ ടു സൈൻ 2a വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു 30 ഈക്വൽ ടു സൈൻ 60 ഡിഗ്രി ഈക്വൽ ടു √3/2. 2 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസ് എ. അവിടെ ഇൻറ്റു എന്നുള്ളത് ഇൻറ്റു സിമ്പിൾ ഉണ്ടാവില്ല, ഡോട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 2 ഇൻറ്റു സൈൻ 30 ഇൻറ്റു കോസ് 30. അപ്പോൾ 2 ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2, കോസ് 30യുടെ വാല്യൂ √3/2. ഈ 2 കട്ടായാൽ എന്തായി ആൻസർ? √3/2 ആയി. സോ ദ ആൻസർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് വെരിഫൈഡ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, third question. Sin a plus b equal to 1. If question ആണ് third question. Sin a plus b equal to 1.
പിന്നെ കോസ് എ മൈനസ് ബി ഈക്വൽ ടു 1. കോസ് എ മൈനസ് ബി ഈക്വൽ ടു 1. ഫൈൻഡ് എ ആൻഡ് ബി. ഇതാണ് ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് എ ആൻഡ് ബി. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. നോക്കൂ, നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1ൻ്റെ വാല്യൂ എപ്പോഴാണ്? സൈൻ്റെ വാല്യൂ 90 ആകുമ്പോഴാണ് 1 ആവുക. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഈക്വൽ സൈൻ 90. ഈ സൈൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ സൈൻ 90 അല്ലെങ്കിൽ എ പ്ലസ് ബി എന്തായിരിക്കും? ആംഗിൾ 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെ എഴുതാം. എ പ്ലസ് ബി ഈക്വൽ ടു 90 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി നോക്കൂ, കോസ് എ മൈനസ് ബി ഈക്വൽ ടു 1 എന്നാണ് തന്നത്. അപ്പോൾ നമുക്ക് കോസ് എ മൈനസ് ബി ഈക്വൽ ടു കോസ് 0 എന്ന് എഴുതാം. കാരണം കോസ് 0 ആണ് 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എ മൈനസ് ബി ഈക്വൽ ടു 0 ഡിഗ്രി. അപ്പം എ മൈനസ് ബി ഈക്വൽ ടു 0 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 2. നമ്മളിത് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എയും എയും ആഡ് ചെയ്താൽ 2a, ബിയും മൈനസ് ബി ആഡ് ചെയ്തു 90 ഡിഗ്രി കിട്ടി. എ ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് ആൻസർ കിട്ടി. എ 45 കൊടുത്തു കഴിഞ്ഞാൽ ബിയും നമുക്ക് എന്ത് കിട്ടും? 45 ഡിഗ്രി കിട്ടും. സോ എ ഈസ് 45 ഡിഗ്രി ആൻഡ് ബി ഈസ് ഓൾസോ 45 ഡിഗ്രി. ഇതാണ് നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാ 4th ക്വസ്റ്റ്യൻ. എല്ലാവരും നോട്ടിൽ പ്രോബ്ലംസ് ചെയ്തെടുക്കുക കേട്ടോ. 4th പ്രോബ്ലം നോക്കൂ. സൈൻ ഓഫ് കോസ് ഓഫ് 40 ഡിഗ്രി പ്ലസ് എക്സ്. കോസ് 40 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി. ഇങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഫൈൻഡ് എക്സ് എന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, 40 പ്ലസ് എക്സ്, കോസും സൈനും ഈക്വൽ ആവാണ്. അപ്പോൾ 40 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, സൈൻ 30 ഡിഗ്രി. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. കോസ് 40 പ്ലസ് എക്സ് ഈക്വൽ ടു സൈൻ 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ 30യുടെ വാല്യൂ എത്രയാണ്? 1/2. ആ 1/2ന് തുല്യമായ കോസിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മുടെ എഴുതാൻ ശ്രദ്ധിക്കുക. കോസ് 40 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സൈൻ്റെ റേഷ്യോ കോസ് എഴുതുമ്പോൾ 60 ആണ് വരിക. എന്തുകൊണ്ടങ്ങനെ? സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. ശ്രദ്ധിക്കുക, സൈന് കോസായി മാറും. 30യും 60യും ആഡ് ചെയ്താൽ 90 ആവും. നമുക്ക് വിശദീകരിച്ച് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഇതാണ്. അപ്പം 40 പ്ലസ് എക്സ്, 40 ഡിഗ്രി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു പിന്നെ 60 ഡിഗ്രി കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്നാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, കോംപ്ലിമെൻ്ററി റിലേഷൻ പ്രകാരം ഈ കോസ് ഈക്വലായിട്ട് സൈനിന് ഈക്വലായി വരണമെങ്കിൽ ഇവിടെ കോസും ഈക്വൽ ആവുമ്പോഴേ ആംഗിൾ ഈക്വൽ ആവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സൈനിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരിക? കോസിലേക്ക് കൊണ്ടുവരിക. സൈന് കോസ് ആവുമ്പം 30 എന്തായി മാറും? 60 ആയി മാറും. കാരണം 30 പ്ലസ് 60 ആണ് 90. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ സൈനെ കോസിൽ എഴുതുമ്പോൾ 30 എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ 60 ആയി വരും. കാരണം എന്താ? 30യും 60യും ആഡ് ചെയ്താണ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുക. സോ എക്സ് ഈക്വൽ ടു 20 ഡിഗ്രി. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് വിശദീകരിച്ച് നമുക്ക് ആ കോംപ്ലിമെൻ്ററി റിലേഷന് ഞാൻ നിങ്ങൾക്ക് ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞു തരാം. അതിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 4 പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായി ചെയ്തെടുക്കുക കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, if sin of a minus b equal to 1/2, cos of a plus b equal to 1/2.
Sin of a minus b equal 1 by 2, cos of a plus b equal 1 by 2. Find a and b. That's question number 1. Question number 2. If a equal to 0, then sin 2a equal to 2 sin a. Is it true? Is it true? Question number 3. Evaluate 2 tan 30 degree divided by 1 plus tan square 30 degree. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഫോർത്ത് വൺ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് sin 60 degree cos 30 degree plus sin 30 into cos 60 degree. ഇതിൻ്റെ വാല്യൂ ചെയ്യാണ്. ഈ 4 പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ നമുക്ക് ബാക്കിയുള്ളത് കൺസെപ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത പ്രോബ്ലങ്ങൾ എഴുതിയിരിക്കുക. സംശയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.